കുളിച്ചിറങ്ങിയപ്പോഴും അവൾ അതേ കിടപ്പ് കിടക്കുകയായിരുന്നു. അവൾ അങ്ങനെ കിടക്കുന്നത് പതിവില്ലാത്തത് കൊണ്ട് തന്നെ അവൾ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ള സംശയം ഉടലെടുത്തു. അതെന്താണെന്ന് ചോദിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അമ്മു, എന്താടാ, എന്തു പറ്റി? അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അവന്റെ തലോടൽ അറിഞ്ഞതും അവളുടെ ഉള്ളിൽ റിനോഷ് പറഞ്ഞതായ കാര്യങ്ങൾ കടന്നു വന്നു. സിദ്ധിക്ക് സംഭവിച്ചതിന്റെ വാശിക്കാണ് തന്നെ പ്രണയിച്ചതെന്നും അവൾ പ്രണയിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ റിനോഷ് പറഞ്ഞത് അവളുടെ മനസ്സിൽ കടന്നു വന്നിരുന്നു. ആദ്യമായിട്ട് അവന്റെ സ്പർശനം അവൾക്ക് ഇറിറ്റേഷൻ പോലെ തോന്നി. അവൾ അവന്റെ കൈകൾ തട്ടിമാറ്റി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൾ വല്ലാതെയായി. അമ്മു, എന്തിനാ എന്നോട് ഈ ദേഷ്യം? അവളുടെ പ്രവൃത്തിയിൽ വിഷമം തോന്നിയ അവൻ സംശയത്തോട് ചോദിച്ചു. പ്ലീസ്, എനിക്കൊന്ന് കിടക്കണം. കുറച്ചു നേരം സ്വസ്ഥത തരുമോ? അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്തമ്മോ? അവൻ വിഷമത്തോട് ചോദിച്ചു. അഭിയേട്ടനൊന്നും ചെയ്തില്ല, ചെയ്തത് മുഴുവൻ ഞാനാ. പ്രശ്നം തീർന്നല്ലോ. അവൾ ചാടി എഴുന്നേറ്റ് കട്ടിലിരുന്നു കൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അമ്മോ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് ഞാൻ എന്താ ചെയ്തത്? ഇപ്പോ ഇങ്ങനെ നീ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവൻ വിഷമത്തോടെ പറഞ്ഞു. അത് തന്നെ അഭിയേട്ടാ ഞാനും പറയുന്നത്. ഏട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ ഞാൻ മാത്രമാ. എല്ലാം എൻ്റെ മാത്രം തെറ്റാ. ഏട്ടനെ സ്നേഹിച്ചത്, ഏട്ടന് വേണ്ടി എല്ലാവരോടും എതിർത്തത്, അതിലൊക്കെ ഉപരി ഏട്ടനെ ഏട്ടനെ ഞാൻ വിശ്വസിച്ചതിന്. അത് പറയുമ്പോൾ അവൾ വിതുമ്പിപ്പോയിരുന്നു. അത് കേട്ട അശ്വിൻ എന്തേലും അമ്മുവിനോട് പറഞ്ഞോ എന്ന് സിദ്ധു ഭയന്നു. എന്തിനാ അമ്മോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് മാത്രം എന്താടാ ഞാൻ ചെയ്തത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അഭിയേട്ടനൊന്നും ചെയ്തില്ലേ? പറയ്. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നോക്കി തലയാട്ടി. അഭിയേട്ടൻ എന്നോട് ഇന്ന് വരെ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറ്റുമോ? അവൾ വാശിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഞെട്ടി. അവളെല്ലാം അറിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. അമ്മു, ഞാൻ അന്ന് എന്റെ പൊട്ട ബുദ്ധിക്ക് അവൻ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. വേണ്ട, ഇനി ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കണ്ട. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. എന്നിൽ നിന്നും ഇന്ന് ഈ നിമിഷം വരെ ഏട്ടനെന്തേലും മറച്ചു വെച്ചിട്ടുണ്ടോ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതമ്മോ, ഞാൻ അവൻ വീണ്ടും പറയാൻ തുടങ്ങിയതും അവൾ വീണ്ടും അവന്റെ നേരെ കൈകൾ ഉയർത്തി തടഞ്ഞു. ഉണ്ടോ ഇല്ലയോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഉണ്ട്. അപ്പോ അപ്പോ ഞാൻ അറിഞ്ഞതൊക്കെ സത്യമായിരുന്നു അല്ലേ? ഏട്ടൻ എന്നെ വിവാഹം കഴിച്ചത്, എന്നെ സ്നേഹിച്ചത് ഒക്കെ വാശിക്കായിരുന്നു അല്ലേ? ഒടുവിൽ എൻ്റെ ഏട്ടൻ തെറ്റുകാരനല്ലെന്ന് അറിഞ്ഞപ്പോൾ അവിയേട്ടൻ എന്നോട് പ്രണയം പൊട്ടിമുളച്ചു. അതുവരെ സിദ്ധിക്ക് സംഭവിച്ചതിൻ്റെ ദേഷ്യവും വാശിയും ഒക്കെയായിരുന്നു ഏട്ടൻ എന്നോട്. ഞാൻ ഞാൻ വെറും മണ്ടി. ആദ്യം മുതൽ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് വെറും ഒരു അവിഞ്ഞ നാടകമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഒറ്റ ഒരാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പപ്പയോടും മമ്മിയോടും വാദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അമ്മോ, ആരാ നിന്നോടിപ്പോൾ ഇതൊക്കെ പറഞ്ഞത്? അശ്വിനാണോ? സിദ്ധു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ നെറ്റി ചുളിച്ചു. ചേട്ടായി? അപ്പോ അപ്പൊ ചേട്ടായിക്ക് ഇതൊക്കെ അറിയോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഞെട്ടി. അശ്വിൻ അല്ലാതെ വേറെ ആരാണ് അവളോട് ഇതൊക്കെ പറയുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു അവൻ. അഭിയേട്ടനോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ചേട്ടായിക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ എന്ന്? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അറിയാമായിരുന്നു. നമ്മുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞാൻ അശ്വിനോടെല്ലാം തുറന്നു പറഞ്ഞതാ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അപ്പോൾ അതിനായിരുന്നോ ചേട്ടായി അഭിയേട്ടനോട് പഴയതുപോലെ സംസാരിക്കാഞ്ഞത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ആണെന്നുള്ള രീതിയിൽ അവളെ നോക്കി തലയാട്ടി. അപ്പോൾ ഞാൻ മാത്രമൊന്നും അറിഞ്ഞില്ല. കൊള്ളാം, എല്ലാവരും എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. ഞാൻ വെറും ഒരു പൊട്ടിയാണല്ലോ. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് അവനെ നോക്കി പറഞ്ഞു. അമ്മോ, നീ ഇങ്ങനൊന്നും പറയാതെ. എടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഇതാണോ അബദ്ധം? എല്ലാം കരുതിക്കൂട്ടി ചെയ്തത് എങ്ങനെയാ അഭിയേട്ടാ അബദ്ധമാവുന്നത്? അഭിയേട്ടനെ കമ്പനി വന്ന് ജോയിൻ ചെയ്തത് മുതൽ, ഓ സോറി, അവിടെ ജോലിക്ക് എടുത്തത് മുതലുള്ള കാര്യങ്ങളെല്ലാം ഏട്ടൻ്റെ പ്ലാൻ അല്ലായിരുന്നോ? അതൊക്കെ എങ്ങനെയൊരു അബദ്ധമാവുന്നേ? അവൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ അതിനൊക്കെ എങ്ങനെ തിരികെ മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അതെങ്ങനെയാ? പെങ്ങളുടെ സ്വഭാവമല്ലേ ആങ്ങളയ്ക്കും കിട്ടുള്ളൂ. അവളും അത്ര നല്ലവളൊന്നും അല്ലായിരുന്നല്ലോ. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അത്രയും നേരം അവളുടെ സ്വഭാവമാറ്റത്തിൽ വിഷമിച്ചിരുന്ന അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നീ ഇപ്പം എന്താ പറഞ്ഞത്? എൻ്റെ മോളുടെ സ്വഭാവം ചീത്തയായിരുന്നു എന്നോ? എൻ്റെ സിദ്ധി നല്ലവളല്ലായിരുന്നു എന്നോ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, എന്താ അവൾ അത്ര നല്ലവളായിരുന്നോ? അതുകൊണ്ടാണോ അവൾ അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്തൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചത്? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. പന്നം, ഞാൻ ചെയ്ത
തെറ്റിന് എന്നെ നീ എന്ത് വേണേലും പറഞ്ഞോ. നീ എന്നെ തല്ലിയാൽ പോലും ഞാനത് സഹിക്കും. കാരണം ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ നിന്റെ മുമ്പിൽ ഇരുന്നത്. ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് കരുതി എൻ്റെ പെങ്ങളെ നീ പറഞ്ഞാലുണ്ടല്ലോ, കൊന്നു കളയും മോളെ. അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞതും അവൾ ഞെട്ടി. അവന്റെ ദേഷ്യത്തിൽ അവളുടെ കവളിലിരുന്ന കൈകളിലെ വിരൽ പോലും വിറച്ചുപോയി. 5 വിരലുകളും അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു. അത് കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷെ അവൾ സിദ്ധിയെപ്പറ്റി പറഞ്ഞത് ഓർക്കും തോറും അവന്റെ ഉള്ളിൽ ദേഷ്യം കവിഞ്ഞു. എനിക്കെന്റെ വീട്ടിൽ പോകണം. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ വാശിയോടെ തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ ഒരിടത്തും പോവില്ല. ഇവിടെ ഇവിടെ നിൽക്കും നീ എൻ്റെ കൂടെ. ശരിയാ നീ പറഞ്ഞതൊക്കെ. ശരിയാ, വാശിക്കും ദേഷ്യത്തിനും വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം നിന്നെ പ്രണയിച്ചു തുടങ്ങിയത്. പക്ഷെ പിന്നെ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എത്രത്തോളം ഞാൻ നിന്നെ വെറുത്തോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. പക്ഷേ നീ ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. നിനക്ക് നിന്റെ വീട്ടിൽ വിളിച്ച് ഇതൊക്കെ പറയാം. പക്ഷെ ഒന്നോർത്തോ, ഈ വീടിൻ്റെ പഴി നീ ഇറങ്ങില്ല. നീ ജീവിച്ചാലും മരിച്ചാലും അത് എൻ്റെ ഒപ്പം ഈ വീട്ടിലായിരിക്കും. നിനക്കറിയാലോ, എൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ നിൽക്കുന്ന സിദ്ധുവിനെ മാത്രമല്ല നീ കണ്ടിട്ടുള്ളത്, വാശിയും ദേഷ്യവും നിറഞ്ഞ സിദ്ധുവിനെയും നീ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിലേത് സിദ്ധുവിൻ്റെ കൂടെയാണ് നിനക്ക് ജീവിക്കേണ്ടതെന്ന് നീ തീരുമാനിച്ചോ. എന്തായാലും നീ ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോവില്ല. അവൻ വാശിയോട് അവളെ നോക്കി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി കട്ടിലിലേക്കിരുന്നു. പുറത്തേക്കിറങ്ങി അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. തൻ്റെ സിദ്ധി, അവളൊരു പാവമായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് പോയിട്ട് ഒരിക്കൽ പോലും എൻ്റെ മോൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അവളെ വളർത്തിയത് എൻ്റെ അച്ഛനും അമ്മയാണ്. തെറ്റ് തെറ്റായും ശരി ശരിയായും ഒക്കെയാണ് അവളെ പഠിപ്പിച്ച് വളർത്തിയത്. എൻ്റെ മോൾക്ക് അശ്വിനോടൊരു ഇഷ്ടം ഉണ്ടായിപ്പോയി എന്നുള്ളത് ശരിയാ. പക്ഷെ അവളുടെ വയറ്റിലുണ്ടായ കുഞ്ഞ് അതൊരിക്കലും അവൾ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചതുകൊണ്ടുണ്ടായ അബദ്ധമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഒരിക്കലും എൻ്റെ മോള അടുത്തറിയാവുന്ന ആരും അങ്ങനെ പറയില്ല. അത്ര സ്നേഹവും കരുണയും സ്വഭാവവും അവൾക്കുണ്ടായിരുന്നു. ഇന്നും തനിക്കില്ലെങ്കിലും തൻ്റെ കയ്യിലുള്ളത് ഇല്ലാത്തവന് കൊടുക്കണമെന്ന് കരുതുന്നവളാ എൻ്റെ സിദ്ധി. അങ്ങനെയൊക്കെയുള്ള അവൾക്ക് അങ്ങനെ നടക്കാൻ ഇല്ല, ഒരിക്കലും ഇല്ല, അവൻ സ്വയം പറഞ്ഞു. ഒരു ഭാഗത്ത് സിദ്ധിയെപ്പറ്റി അവൾ പറഞ്ഞത് അവനെ വേദനിപ്പിച്ചുവെങ്കിലും മറുവശത്ത് തൻ്റെ പെണ്ണിനെ തല്ലിയതും അവൻ്റെ മനസ്സിനെ തകർത്തു. അവളെ ഒന്ന് നുള്ളിപ്പോലും വേദനിപ്പിക്കാൻ തനിക്ക് കഴിയുന്നതല്ല. ശരിയാ, ചെയ്തത് തെറ്റ് തന്നെയാ. സത്യം എന്തെന്ന് അന്വേഷിക്കാതെ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു പോയി. പക്ഷേ എന്ന് തൻ്റെ തെറ്റുകൾ മനസ്സിലായോ അന്ന് മുതൽ അവളെ ഉള്ളം കൈയിലാണ് താൻ കൊണ്ടു നടന്നത്. ഒന്നിൻ്റെ പേരിലും അവൾ വിഷമിക്കരുതെന്ന് ആഗ്രഹിച്ചു. അവളുടെ ഒപ്പം തന്നെ നിന്നു. പക്ഷേ ഇന്ന് അവളെ കൈവെക്കേണ്ടി വന്നു. അവൾക്ക് ഒരുപാട് വേദനിച്ചു കാണും. അവൻ്റെ മനസ്സ് വിങ്ങിപ്പോയി. അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൻ വാശിയോട് അവയെ തുടച്ചു കളഞ്ഞു. പിന്നെ ഫോൺ എടുത്ത് അശ്വിനെ വിളിച്ചു. ബെല്ല് കേട്ടതിന് ശേഷം അവൻ കോൾ എടുത്തത്. ഹലോ അശ്വിൻ, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം, സിദ്ധു പറഞ്ഞു. എനിക്കും സംസാരിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നേരത്തെ വരണമെന്ന് കരുതിയതാ, പക്ഷെ ജോലി തിരക്കായിപ്പോയി. ഫോണിൽ കൂടി പറയേണ്ട കാര്യങ്ങളല്ല ഒന്നും, അവനും പറഞ്ഞു. അശ്വിൻ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ എന്ന് കരുതി ഒരിക്കലും എൻ്റെ സിദ്ധിമോളെ ഇല്ലാത്തതൊന്നും പറയരുത്. അവളൊരു പാവമാ. അറിഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അവൻ അത് പറയുമ്പോൾ വിങ്ങിപ്പോയി. അളിയൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സിദ്ധിയെ എന്ത് പറഞ്ഞു എന്നാ? എനിക്കതിന് സിദ്ധിയെ അടുത്തുപോലും അറിയില്ല. പിന്നെന്തിനു ഞാൻ സിദ്ധിയെ പറയണം? അല്ലെങ്കിൽ തന്നെ സിദ്ധിയെക്കുറിച്ച് ഞാൻ ആരോട് പറഞ്ഞു എന്ന് അളിയൻ പറയുന്നത്? അശ്വിൻ സംശയത്തോട് ചോദിച്ചു. അപ്പോൾ അശ്വിൻ അല്ലേ അമ്മുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അമ്മുവിനെ ആദ്യം സ്നേഹിച്ചത് തന്നോടുള്ള വാശിക്കാണെന്ന്, അത് തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് അവൻ സംശയത്തോട് ചോദിച്ചു. അതിന് ഞാൻ അമ്മുവിനോട് ഇതുവരെ സിദ്ധിയെപ്പറ്റി സംസാരിച്ചിട്ടില്ലല്ലോ. സിദ്ധിയെപ്പറ്റി എന്നല്ല, ഈ ഒരു കാര്യം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനെന്ന് അളിയനോട് പറഞ്ഞതല്ലേ ഞാനായിട്ട് അവളെ ഒരിക്കലും ഇതൊന്നും അറിയിക്കില്ലെന്ന്. പക്ഷെ എന്തെങ്കിലും അവൾ സത്യം അറിഞ്ഞാൽ ഞാൻ അവളോടൊപ്പം നിൽക്കുമെന്ന്. ഞാൻ അവളെ വിളിച്ചിട്ട് പോലും ഇല്ല, അശ്വിൻ പറഞ്ഞു. അശ്വിൻ അല്ലെങ്കിൽ പിന്നെ ആരാ അവളോട് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ള സംശയത്തിലായിരുന്നു സിദ്ധു. തരുണും റിനോഷും അങ്ങനെ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ആര് എന്നുള്ള സംശയത്തിൽ അവൻ നിന്നു. ഇനിയിപ്പോൾ എന്താ പറ്റിയത്? അമ്മു കാര്യങ്ങൾ അറിഞ്ഞോ? അശ്വിൻ സംശയത്തോട് ചോദിച്ചു. സിദ്ധു ഉണ്ടായതെല്ലാം അവനോട് പറഞ്ഞു, അമ്മുവിനെ തല്ലിയതൊഴിച്ച്. എന്നിട്ട് അളിയൻ അവളോട് ചോദിച്ചില്ലേ ഇതൊക്കെ പറഞ്ഞത് ആരാണെന്ന്? അവൻ സംശയത്താൽ വീണ്ടും ചോദിച്ചു. അത് ഞാൻ വിട്ടുപോയി. പെട്ടെന്നുള്ള അവളുടെ റെസ്പോൺസിൽ ഷോക്കായിരുന്നു ഞാൻ, അവൻ മറുപടി പറഞ്ഞു. അളിയൻ എന്തായാലും അവളോട് സംസാരിക്ക്. ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്ക്. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ അങ്ങെത്തും, അശ്വിൻ പറഞ്ഞിട്ട് ഫോൺ വെച്ചിരുന്നു. അവൻ എന്തായാലും അമ്മുവിനോടൊന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. അതിനായിട്ട് അവൻ മുറിയിലേക്ക് നടന്നു. അവൻ ചെന്നപ്പോൾ അവൾ കട്ടിലിൽ ഒരു സൈഡിൽ തിരിഞ്ഞു കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ അത് കണ്ട് വിഷമം തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൻ വന്നിരിക്കുന്നത് കണ്ടിട്ടും അവൾ അവനെ നോക്കിയതേയില്ല. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. തൻ്റെ കാലിൽ എന്തോ നനവിനോടൊപ്പം അവൻ്റെ കരസ്പർശം അനുഭവപ്പെട്ടതും അവൾ കണ്ണുകൾ തുറന്ന് തൻ്റെ കാലിൻ്റെ സൈഡിലേക്ക് നോക്കി. അവളുടെ കാലിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അവൾ പെട്ടെന്ന് കാല് വലിച്ചെടുത്തു. പിന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. സോറി, ദേഷ്യം വന്നപ്പോൾ അറിയാതെ തള്ളിപ്പോയതാ. ഇങ്ങനെ കരയല്ലേ അമ്മു, നിന്റെ കണ്ണ് നിറയുന്ന എനിക്ക് സഹിക്കില്ല. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. സഹിക്കില്ല അല്ലേ?
എൻ്റെ എൻ്റെ കണ്ണു നിറയുന്നത് സഹിക്കില്ല അഭിയേട്ടന്. അല്ലേ? എന്നിട്ട് എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? പറയ്, എന്നെ ചതിക്കാൻ ശ്രമിച്ച എന്തിനാ? അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു. മോളെ, ആ ഒരു ദേഷ്യത്തിന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കടി, ഞാൻ കാല് പിടിക്കാം. അതും പറഞ്ഞ് അവൻ അവളുടെ കാലിൽ വീണ്ടും പിടിക്കാൻ തുടങ്ങി. വേണ്ട, പ്ലീസ് അഭിയേട്ടാ, എന്നെ ഒന്ന് വെറുതെ വിട്. അവൾ അവൻ്റെ മുൻപിൽ കൈകൾ കൂപ്പി. അമ്മോ, നിന്നോട് ആരാ അങ്ങനെയൊക്കെ എൻ്റെ സിദ്ധിമോളെ പറ്റി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നീ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞതെന്നും എനിക്കറിയില്ല. പക്ഷെ നീ എൻ്റെ മോളെ പറ്റി അറിഞ്ഞതൊന്നും തന്നെ ശരിയല്ല. എൻ്റെ സിദ്ധി അങ്ങനെയൊന്നും അല്ലായിരുന്നു. എൻ്റെ സിദ്ധിക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ കഴിയില്ല. നീ അറിഞ്ഞത് ശരിയായിരിക്കാം. അശ്വിനെ അവൾ പ്രണയിച്ചിരുന്നു. അശ്വിന് മാത്രമേ അവൾ പ്രണയിച്ചിട്ടുള്ളൂ. അത് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നീ പറയുന്നത് പോലെ കണ്ട ആണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ അവൾക്ക് അറിയില്ല. എൻ്റെ സിദ്ധി അറിയാവുന്ന ആരും ഇതൊന്നും പറയുകയും വിശ്വസിക്കുകയും ചെയ്യില്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. എല്ലാ അച്ഛനും അമ്മമാർക്കും ആങ്ങളമാർക്കും സ്വന്തം മക്കളെയും പെങ്ങളെയും ഒക്കെ വിശ്വാസം ആവിയേട്ടാ. എന്ന് കരുതി അവരാരും തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കരുത്. ഇവിടെ ഞാൻ ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധിയെ നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ നെറ്റി ചുളിച്ചു.